വടക്കാഞ്ചേരിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധം കനക്കുകയാണ്. വടക്കാഞ്ചേരി SHO ഷാജഹാൻ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന KSU നേതാവ് ഗണേഷിന്റെ അമ്മ റിപ്പോർട്ടിനോട് പറഞ്ഞു. പരാതി നൽകിയതിനുള്ള പകയാണ് മകനെ കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിന് കാരണമെന്നും കോമളം പ്രതികരിച്ചു. ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഭീഷണിപ്പെടുത്തി മകനെ കൊലക്കുറ്റത്തിന് എന്താക്കും, ജയിലിൽ കടത്തും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിവിടെ ഒളിപ്പിച്ചൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഇതാക്കിയത്. ഒരുത്തനും കാക്കിയിട്ട് കേരളത്തിൽ നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട്. ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കൊടുക്കൊണ്ട് എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാകുന്നത്? ചെവിയിൽ നുള്ളി വെച്ചോ, ഒരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു? ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം. വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് നടത്തും. ജേസൺ ചാമളപ്പിൽ, അലി അക്ബർ ഷാ, സായ്കുമാർ എന്നിവർ. വിവരങ്ങളുമായി ആദ്യം ജേസണിലേക്കാണ്. ജേസൺ, KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ മുഖംമൂടി ധരിപ്പിക്കുക ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. കേരളം ആശങ്കയോടെ കാണുന്ന പോലീസ് തേർവാഴ്ചയുടെ ദൃശ്യം കൂടിയായി മാറിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ആ യുവാവിന്റെ അമ്മ പറയുന്നത്? സ്മൃതി, തീർച്ചയായും ഇതിനു മുൻപും ഇതിനു ശേഷവും ഇത്തരമൊരു ദൃശ്യം ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭാവന ചെയ്തിട്ടുണ്ടാകാനിടയില്ല. ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അത്രയേറെ ക്രൂരമായ മനുഷ്യത്വരഹിതമായ ദൃശ്യമാണ് ഇന്നലെ സത്യത്തിൽ വടക്കാഞ്ചേരി കോടതിയിലേക്ക് KSU പ്രവർത്തകരെ കൊണ്ടുവരുമ്പോൾ കണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കോടതി ജഡ്ജി തന്നെ തിങ്കളാഴ്ച SHO ഷാജഹാനോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, KSU SFI സംഘർഷത്തെ തുടർന്ന് 3 പേർ ഒളിവിലായിരുന്നു. അവരെ പിടിക്കുന്നു. അതിനിടയിൽ പിടിക്കുന്നതിന് മുമ്പ് ഈ ഗണേഷിന്റെ വീട്ടിലേക്ക് ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പല ഘട്ടങ്ങളിലായി എത്തുന്നു, പല സമയങ്ങളിലായി എത്തുന്നു, അർദ്ധരാത്രിയിലെത്തുന്നു, വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുമെന്നാണ് ഇന്ന് അമ്മ തന്നെ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഭീഷണികൾ ഒരു ഭാഗത്ത്, പോലീസിന്റെ ഭാഗത്തു നിന്ന് വീട് കയറിയുള്ള ഭീഷണികൾ ഒരു ഭാഗത്ത്, മറ്റൊന്ന് ഇത്തരം ഭീഷണികളിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം KSUവിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ആ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അതോടൊപ്പം തന്നെ ഈ ഷാജഹാൻ കുന്നംകുളത്ത് SHO ആയിരിക്കുമ്പോഴാണ് കുന്നംകുളത്തെ ന്യൂമാനും പോലീസ് സംഘവും മൃഗീയമായ മർദ്ദനമുറ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടത്തിയതെന്നും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ സന്ദീപ് വാര്യർ ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ ആരോപണം ഇതാണ്: പിന്നെ ഷാജഹാൻ ഒരു പ്രാദേശികമായ BJP നേതാവിനെ മർദ്ദിക്കുന്നു. ആ മർദ്ദിച്ച നേതാവ് പോലീസിൽ പരാതി നൽകുന്നു. കോടതി ഷാജഹാനും മറ്റ് 4 പോലീസുകാർക്കുമെതിരെ FIR ഇടുന്നു. അതിനുശേഷം ഈ കേസ് ഒത്തുതീർപ്പാവുന്നു. അതിന് ഷാജഹാൻ ഈ BJPയുടെ പ്രാദേശിക നേതാവിന് 10 ലക്ഷം രൂപ നൽകിയെന്നാണ് ഗുരുതരമായ ആരോപണമാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം തെളിവുകൾ സഹിതം പുറത്തുവിട്ടത്. അതോടുകൂടി ഷാജഹാന് പക വർദ്ധിച്ചു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ ഗണേഷിനെയും മറ്റു രണ്ടും KSUവിന്റെ പ്രവർത്തകരെയും ഇന്ന് വരെ ഒരു കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിൽ കൊടും ക്രിമിനലുകളോ ഈ ഭീകരരെയോ അല്ലാതെ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ സമരം നടത്തിയതിന്റെ പേരിൽ, സംഘർഷമുണ്ടായതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് മുഖത്ത് മുഴുവൻ കറുത്ത തുണി മൂടി അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു സാഹചര്യമോ ഒരു ദൃശ്യമോ കണ്ടിട്ടില്ല. അത് പോലീസിന്റെ പക തന്നെയാണ് എന്ന് വളരെ വ്യക്തമാണ്. ഷാജഹാനോട് വ്യക്തിപരമായി നേരത്തെ സന്ദീപ് വാര്യരുടെ ആരോപണം, അതോടൊപ്പം തന്നെ KSU പ്രവർത്തകർ നടത്തിയ സമരം, ഇതെല്ലാം ചേർന്നാണ് അവസാനം ഇത്തരം ഒരു പകവീട്ടലിലേക്ക് എത്തിയെന്ന കാര്യം സംശയമില്ല. ഇന്ന് അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് KSU മാത്രമല്ല കോൺഗ്രസ് ആകെ പോവുകയാണ്. VD സതീശൻ, ഇത്തരം പോലീസുകാരെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല, കക്കിയിട്ടിറങ്ങാൻ അനുവദിക്കില്ല എന്ന രൂക്ഷമായ വാക്കുകളാണ്. സഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നു തിങ്കളാഴ്ച. വലിയ രൂപത്തിലുള്ള പ്രതികരണമാണോ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്?
സ്മൃതി, തീർച്ചയായും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം SFI നേതാക്കളെ മർദ്ദിച്ചു, ആക്രമിച്ചു എന്ന കേസിൽ പിടിയിലായ KSUവിന്റെ നേതാക്കളെ മുഖം മൂടി അണിയിച്ച് കയ്യാമം വെച്ചാണ് പോലീസ് കോടതിയിലേക്ക് എത്തിക്കുന്നത്. കോടതിയിൽ വെച്ച് തന്നെ അതിരൂക്ഷമായ വിമർശനം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഉയരുന്ന സാഹചര്യമുണ്ടായി. കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഈ സംഭവത്തിൽ KSUവിന്റെ സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ വിദ്യാർത്ഥി നേതാക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി അത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ കണ്ട് പരിചയമില്ലാത്തതും കേട്ടുകേൾവിയില്ലാത്തതുമാണ്. പകപോക്കൽ നടപടി പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന പ്രതികരണം നേരത്തെ തന്നെ KSU സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. KSUവിനപ്പുറത്തേക്ക് കോൺഗ്രസും അതിരൂക്ഷമായ പ്രതിഷേധം, അതിരൂക്ഷമായ വിമർശനം ഈ സംഭവത്തിൽ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. ഇത്തരത്തിൽ തങ്ങളുടെ വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് ആക്കിയിട്ട് കേരളത്തിൽ നടക്കില്ല എന്നുള്ള ഗുരുതരമായ രൂക്ഷമായ വിമർശനമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. CPM നേതാക്കളുടെ, CPMന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ എല്ലാം അഴിമതിയും അനീതികൾക്കുമെല്ലാം കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ രാഷ്ട്രീയ പകപോക്കലിനുള്ള ആയുധമായി യൂണിഫോമിനെ ഉപയോഗിക്കുകയാണ്. കേരളത്തിലെ പോലീസിനെ മുഖ്യമന്ത്രി തീവ്രവാദികളാക്കി മാറ്റി. എന്നിട്ടും ഈ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ പറ്റി ഒരക്ഷരം മിണ്ടാതെ ഭയം മൂലം മൗനിയായി മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നുള്ള രൂക്ഷമായ വിമർശനവുമാണ് എന്തായാലും പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് പോലീസ് കരുതേണ്ടതില്ല. അത്തരത്തിലുള്ള പോലീസുകാരൊന്നും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല എന്നുള്ള വളരെ രൂക്ഷമായുള്ള വിമർശനം തന്നെയാണ് ശരി, സായികുമാർ, പോലീസ് അതിക്രമത്തിന്റെ ഓരോ ദൃശ്യങ്ങളായി നമ്മൾ പോലീസ് സ്റ്റേഷനിലകത്തെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോഴാണ് അതിന്റെ തുടർച്ച ഒരു ഭയപ്പാടുമില്ലാതെ വീണ്ടും അത് തുടരുന്നു എന്നുള്ളതാണ് SHO ഷാജഹാനെതിരെ വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണം. ഇതുവരെ പുറത്തു വന്നതിൽ എത്രാമത്തെ തെളിവാണ് ഇപ്പോൾ ഈ KSU പ്രവർത്തകരെ മുഖം മൂടിയിട്ട് കോടതിയിൽ ഹാജരാക്കിയത് സായികുമാർ? തീർച്ചയായും സ്മൃതി, ഇതിപ്പോൾ നമ്മൾ എണ്ണമെടുക്കേണ്ടി വരും. കാരണം അത്രത്തോളം അധികം പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ വരികയാണ്. ഇതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം തൃശൂർ തന്നെയായിരുന്നു. അവിടെ സുജിത്ത് എന്ന കോൺഗ്രസ് നേതാവിന് ഏൽക്കേണ്ടി വന്ന മർദ്ദനം, അതാണ് സംസ്ഥാനത്തെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ വലിയ ഒരു പ്രവാഹം തന്നെ, അത്തരം പരാതികളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാക്കിയത്. പോലീസിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാവുകയും ചെയ്തു. അതിൽ തൃശ്ശൂരാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമുണ്ടായത്. അന്ന് ഈ പോലീസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഈ KSU വിദ്യാർത്ഥികൾ നടത്തിയത്. ആ സമയത്താണ് SFI KSU സംഘർഷം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ പോലീസിനെതിരെ നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ പ്രതികാരമാണ് പ്രവർത്തകരെ ഈ രീതിയിൽ കറുത്ത മുഖം മൂടി അണിഞ്ഞ് കയ്യാമം വെച്ച് ഏതെങ്കിലും ഭീകര കാപ്പ കേസിലടക്കം പ്രതികളാക്കപ്പെടുന്നവരെ പോലെ കോടതിയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്ന ഒരു വിശദീകരണം ഈ പ്രതികളെ ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോയത് എന്നാണ്. പക്ഷേ ഈ പരാതിക്കാർ പറഞ്ഞ അതേ പ്രതികളെ തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു. പിന്നീട് എന്തിന്, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നതും അവരെ കോടതിയിൽ ഹാജരാക്കുന്നതും ഒക്കെ സ്ഥിരം സംഭവമാണ്. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തി നമ്മൾ കാണാറുമില്ല. ഇതിനേക്കാൾ വലിയ കൊലപാതക കേസുകളിലുള്ള പ്രതികളെ പോലും ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആ രീതിയിൽ ഇവരെ ട്രീറ്റ് ചെയ്തതിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായത്. ഇന്നിപ്പോൾ ഇതിൽ മർദ്ദനമേറ്റ ഗണേശിന്റെ കുടുംബാംഗങ്ങളുടെ പ്രതികരണവും നമ്മൾ കേട്ടു. വീട്ടിൽ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, അവിടെയും വലിയ രീതിയിൽ ഭീഷണിയുണ്ടായി. അപ്പോൾ ഇതിലൊക്കെയുള്ള പരാതി പറഞ്ഞതിലുള്ള ഒരു പ്രതികാരമാണ് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം KSUവിന്റെ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് അത് വലിയ സംഘർഷത്തിൽ കലാശിക്കാൻ തന്നെയാണ് സാധ്യത. വലിയ പ്രതിഷേധം വരാനിരിക്കുന്നു. വലിയ പ്രതികരണങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വരികയാണ്. ജേസൺ ചാമളപ്പിലും അലി അക്ബർ ഷായും സായികുമാറുമാണ് വിവരങ്ങൾ നൽകിയത്.